പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ആമേൻ ഓഗസ്റ്റ് മാസം 23 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനോട് നന്ദി പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഓർത്തു നോക്കി എത്ര അത്ഭുതകരമായിട്ട് നമ്മുടെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രി നമുക്ക് നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, ആമേൻ, അതിശയമായി നടത്തുന്ന ദൈവത്തിന്, അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന്, ആമേൻ, നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. കരങ്ങൾ ഉയർത്തി പറയാം. എൻ്റെ കർത്താവ് നല്ലവനാകുന്നു. എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഒരിക്കലൂടെ പറഞ്ഞ്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സങ്കീർത്തനക്കാരൻ 118 സങ്കീർത്തനത്തിന് 24 വാക്യത്തിൽ പറഞ്ഞു, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, നാം സന്തോഷിച്ച് ആനന്ദിക്കുക. കൈകൾ ഉയർത്തി പറഞ്ഞ്, ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ്, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കും. അതിൻ്റെ 28 പറഞ്ഞത്, കർത്താവ് എൻ്റെ ദൈവമാകുന്നു, ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. കർത്താവ് എൻ്റെ ദൈവമാകുന്നു, ഞാൻ കർത്താവിനെ പുകഴ്ത്തും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകണമേ. ഒരനർത്ഥം ഭവിക്കാതെ, ഒരു ബാധ അവരുടെ കൂടാരത്തിൽ കയറുവാൻ സമ്മതിക്കാതെ അങ്ങ് കൽപ്പിച്ചാക്കി വെച്ചിരിക്കുന്ന അങ്ങയുടെ സ്വർഗീയ സൈന്യത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഇന്നത്തെ പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ സകല ആവശ്യങ്ങളിലും അങ്ങയുടെ സ്പെഷ്യൽ ഫേവർ ഉണ്ടാകണം. കർത്താവേ, ഇന്ന് കരുതുന്ന ദൈവമാകിയാൽ സ്തോത്രം. അപ്പോൾ അങ്ങ് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ഞങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് കരുതിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അവരുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ ഇടപെടലുകൾ ഇന്നുണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ത്രോട്ട് പെയിനാൽ ബുദ്ധിമുട്ടുന്നവർ, അമേൻ, തൊണ്ടയ്ക്ക് ശബ്ദം നഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർ, അമേൻ അമേൻ അമേൻ, ഉമിനീരിറക്കുമ്പോൾ വേദന എടുക്കുന്നവരൊക്കെയും ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ശരീരത്തിന്മേൽ സൗഖ്യമുണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവേ, കോൺസ്റ്റിപ്പേഷനാൽ ഭാരപ്പെടുന്നവർ, ആമേൻ, ഇന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ആ ബുദ്ധിമുട്ട് യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ മറ്റ് രോഗങ്ങളാൽ പ്രയാസപ്പെട്ടിരിക്കുന്നവർ, വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, ആമേൻ, ഞങ്ങൾ ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി അവരെ വിടുവിക്കണമേ. ആക്സിഡൻ്റായിട്ട്, ആമേൻ, ഫ്രാക്ചറായി, ആമേൻ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ആമേൻ, ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനകത്തുനിന്ന് കർത്താവ് അവരെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ കർത്താവെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുക. തൻ്റെ കുഞ്ഞുങ്ങളുടെ, ആമേൻ, ഹയർ സ്റ്റഡീസിന് ആവശ്യമായ അഡ്മിഷനുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ലഭിക്കട്ടെ. കർത്താവെ, തൻ്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവ് കാണുകയും കർത്താവ് അവർ ആഗ്രഹിക്കുന്നിടത്ത്, ദൈവഹിതമായിടത്ത് ഏറ്റവും ബെസ്റ്റ് പ്ലേസിൽ കർത്താവ് അവർക്ക് അഡ്മിഷൻ കൊടുക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗത്തെ അനുഗ്രഹിക്കുന്നു. ഈ ഞായറാഴ്ച ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. ലോകവ്യാപകമായൊരു ഉണർവിൻ്റെ ദിവസമായി മാറട്ടെ. ആത്മപകർച്ചയുടെ ദിവസമായി മാറട്ടെ. അഭിഷക്തന്മാർ ശക്തിയോടെ പ്രയോജനപ്പെടണം. ലോകവ്യാപകമായി ഒരാത്മചലനം ഉണ്ടാകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വം പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ ആമീൻ ആമീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളിലും ദൈവിക വിജയം നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ശ്രദ്ധിച്ച് ഇന്നത്തെ പ്രഭാതത്തിൽ സദൃശ്യവാക്യം 18 അധ്യായം സുപരിചിതമായ വാക്യത്തിലേക്ക് വരാം. 21 വാക്യം, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിലിഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. അപ്പം മരണവും ജീവനും, ആമേൻ, എന്തൊക്കെയാ? നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്.
ആമേൻ, നന്മയും തിന്മയും, രോഗവും ആമേൻ സൗഖ്യവും, ആമേൻ അനുഗ്രഹവും ശാപവും, ഉയർച്ചയും താഴ്ചയും, ആമേൻ എല്ലാം നമ്മുടെ നാവിന്മേലിരിക്കുന്നു. അതിലിഷ്ടപ്പെടുന്നവൻ, അത് ഇഷ്ടപ്പെടുന്നവൻ ആമേൻ അതിൻ്റെ ഫലം അനുഭവിക്കും. എൻ്റെ മേളത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും. വായിൽ നിന്ന് വരുന്ന വാക്കുകളുടെ ഫലം നിമിത്തം മനുഷ്യൻ്റെ ഉദരം നിറയും. അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. ഇന്ന് പ്രഭാതി പരിശുദ്ധന്മാർ നമ്മളെ ഓർപ്പിക്കുന്നത്, നമ്മൾ ചുമ്മാതെ പറയുന്ന വാക്കുകൾ പോലും, നിസ്സാര വാക്കുകൾ പോലും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ആമേൻ വിത്തുകളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് വരുന്നത്, നമ്മുടെ വായിൽ നിന്ന് വരുന്നത്, നമ്മൾ അറിഞ്ഞു പറയുന്നത്, അറിയാതെ പറയുന്നത്, ഇതെല്ലാം തന്നെ ഓരോ വിത്തുകളാണ്. ഇപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് പാവലിൻ്റെ വിത്തിട്ടാലും അറിയാതെ ഇട്ടാലും കിളിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ പറയുന്ന സാമാന്യമായ ചില വാക്കുകൾ, ഇപ്പം ചില സിനിമയിൽ കേൾക്കുന്ന വാക്കുകൾ, സിനിമയിലെ ചില ഡയലോഗുകൾ, കോമണായിട്ട് നമ്മളായിരിക്കുന്ന ദേശങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില വാക്കുകൾ, അല്ലെങ്കിൽ കോമണായ പദപ്രയോഗങ്ങൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ നമ്മുടെ നാവിൽ നിന്ന് നമ്മൾ സോഷ്യലി ഇടപെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ വാക്കുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ഉപയോഗിക്കുമ്പോൾ അതെന്തുമായി മാറും? അത് വിത്തായി മാറുകയാണ് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിച്ചു വേണം ഈ ദിവസങ്ങളിൽ നമ്മുടെ വായിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുവിക്കുവാൻ. അത് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ചുകൂടെ ശ്രദ്ധാലുക്കളാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആമേൻ. നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ പറയുന്ന വാക്കുകളാണെങ്കിലും, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പറയുന്ന വാക്കുകളാണെങ്കിലും, ആമേൻ, കുഞ്ഞുങ്ങൾ കൂടുമ്പോൾ പറയുന്ന വാക്കുകളാണെങ്കിലും ഒക്കെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുന്നു. ഇവർക്കറിയത്തില്ല, ഈ ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങൾക്കറിയത്തില്ല. പക്ഷേ അവർ പറയുന്ന, അവരെക്കുറിച്ച് തന്നെ ആയിരിക്കും ചിലപ്പോൾ തമാശയായിട്ട് പറയുന്നത്. ഒരു പക്ഷേ കൂട്ടുകാർ പറയുന്നത് കേട്ടിട്ടായിരിക്കും അവർ പറയുന്നത്. അവരെ ആ ഒരു ദേശത്തുള്ള ഒരു കോമൺ ടോക്കായിരിക്കും അവർ പറയുന്നത്, ഒരു കോമൺ ഫ്രേസ് ആയിരിക്കും പറയുന്നത്. പക്ഷേ ഇത് ദോഷം കൊണ്ടുവരാനും നന്മ കൊണ്ടുവരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ട്രെയിൻ ചെയ്യണം. അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് പവറുണ്ടെന്നും അത് വളരെ ശ്രദ്ധയോടുകൂടെ ഉപയോഗിക്കണമെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലും നമ്മൾ നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടെ പറഞ്ഞില്ല എങ്കിൽ, എന്താണ് പറയുന്നത് അറിയാതെ തമാശന് എല്ലാവരും പറയുന്നത് കേട്ട്, ഓഫീസിലെല്ലാവരും പറയുന്നത് നമ്മളും കൂടെ പറഞ്ഞ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമുക്ക് കെണിയായി തീരുവാൻ ഇടവരാതെ ഈ ദിവസങ്ങളിൽ നാവിനെ പരിശുദ്ധാത്മാവിൻ്റെ കൈകളിൽ കൊടുത്തിട്ട് പറയണം, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അഗ്നിയാൽ എൻ്റെ നാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് വായിൽ നിന്ന് വരുന്ന വാക്കുകളെ വളരെ ശ്രദ്ധയോടുകൂടെ സൂക്ഷിക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹൃദയം നിറയുന്നതാണ് വായി സംസാരിക്കുന്നത്. നമ്മൾ എന്താണ് കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, എന്താണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണ് നമ്മുടെ കോൺവെർസേഷൻ കൂടുതൽ, ഇതനുസരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ഇത് കയറി ചെല്ലും. അപ്പം നമ്മുടെ ഹൃദയം ഇത് നിറഞ്ഞു നിൽക്കുക. അപ്പോൾ ആ വാക്കുകളാണ് കൂടുതലും നമ്മുടെ വായിലൂടെ പുറത്തു വരുവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നല്ല കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കുക, ദൈവവചനം കൊണ്ട് നിറയ്ക്കുക. ദൈവഹിതം എന്താണോ അത് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം. ഇപ്പം ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രതികരിക്കേണ്ടത്, നമ്മൾ ആര് പ്രതികരിക്കുന്നത് പോലെ വേണം പ്രതികരിക്കാൻ, യേശു പ്രതികരിക്കുന്നത് പോലെ വേണം പ്രതികരിക്കുവാൻ. അപ്പോൾ ഒരാളുടെ ഒരു സാഹചര്യം കാണുക, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു സാഹചര്യം കാണുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു സാഹചര്യം ഉണ്ടാകുക, നമ്മൾ ചാടിക്കേറി സമൂഹം പ്രതികരിക്കുന്നത് പോലെ അല്ലെങ്കിൽ സാധാരണക്കാർ പ്രതികരിക്കുന്നത് പോലെ നമ്മൾ പ്രതികരിക്കാതെ അവിടെ പെട്ടെന്ന് തന്നെ നമ്മൾ ആര് പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കണം, യേശു പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കണം. അതിന് നമുക്ക് എന്ത് വേണമെന്നറിയാം? നമ്മുടെ ഉള്ളിൽ തിരുവെഴുത്തുകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ നമുക്കങ്ങനെ പ്രതികരിക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം, പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ അധരദ്വാരത്തെ കാക്കണമേ. ആമേൻ. അവിവേകമായതൊന്നും പറയാതെ, ദോഷകരമായതൊന്നും പറയാതെ, എൻ്റെ ശരീരത്തിനെ ദോഷം ചെയ്യുന്നത്, എൻ്റെ സമ്പത്തിനെ ദോഷം ചെയ്യുന്നത്, എൻ്റെ ഭാവിക്ക് ദോഷം വരുന്നത്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദോഷം വരുന്നത് ഒന്നും എൻ്റെ വായിൽ നിന്ന് വരാതെ കർത്താവേ, എൻ്റെ നാവിനെ അങ്ങ് സൂക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. നാവിനെ കർത്താവിൻ്റെ കരങ്ങളിലെ ആയുധമായി കൊടുക്കുക. കർത്താവ് അന്നേരം നമ്മളെ കൂടുതലായി അനുഗ്രഹിക്കുകയും നമ്മുടെ ജീവിതം മാറി മറിയുകയും ചെയ്യും. കേട്ടോ, കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ നാവിന്മേൽ പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തട്ടെ. നിങ്ങളുടെ വാക്കുകൾ ഈ ദിവസങ്ങളിൽ അസാധാരണമായ ദൈവിക നന്മകളെ കൊണ്ടുവരുന്ന വാക്കുകളായിത്തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. കരങ്ങൾ ഉയർത്തിപ്പെടാൻ കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും.
എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ, ആമേൻ. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.